നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യയിലെ എന്നാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേസിൽ സെക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ്. ഇതിലേക്ക് എല്ലാ RRB-കളിലും വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് RRB-യിലാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യം ആ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരിടത്ത് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിലധികം RRB-കളിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ RRB-യുടെ വെബ്സൈറ്റിൽ 2025 സെപ്റ്റംബർ 14 പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് 2025 സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 14 വരെയാണ് സമയം വിട്ടിരിക്കുന്നത്. ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു ദിവസം കൂടിയുണ്ട്. ഒക്ടോബർ 16 വരെ അവസരം ലഭിക്കും. എന്തെങ്കിലും കറക്ഷൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ 17 മുതൽ 26 വരെ സമയം കൊടുത്തിട്ടുണ്ട്. കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സ്ക്രൈബിനെ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഒക്ടോബർ 27-നും 31-നും ഇടയിൽ അത് അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ആണ്, മിനിമം കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ പോസ്റ്റിന്റെ പേര് സെക്ഷൻ കൺട്രോളർ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ 6ാമത്തെ ലെവലിലുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അടിസ്ഥാന ശമ്പളം 35,400 രൂപ ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. 20 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 368 വേക്കൻസികളാണ് ഉള്ളത് ആകെ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 20 മുതൽ 33 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫുൾ നോട്ടിഫിക്കേഷൻ ഫുൾ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എലിജിബിൾ അല്ല. 2025 ഒക്ടോബർ 14 മുമ്പ് ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകിച്ച്. നേരത്തെ ഞാൻ പറഞ്ഞാൽ ഒരു RRB-ക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. ഒന്നിലധികം RRB-കളിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും എന്നതിനാൽ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുക. ഏത് RRB-യിലാണ് അപ്ലൈ ചെയ്യുന്നത് ചൂസ് ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. റെയിൽവേ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിനുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി കാര്യം പറയുന്നുണ്ട്. സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾ അതാത് RRB-കൾ നിങ്ങൾ ഈ കോൾ ലെറ്റർ ആണത് നമ്മൾ ഡൗൺലോഡ് എടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓരോ തവണയും 8 വേക്കൻസികളുടെ 8 ഇരട്ടി വരെ ആൾക്കാരെ പരീക്ഷയ്ക്ക് വേണ്ടി പങ്കെടുപ്പിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ RRB-കളുടെ അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവസാനം കൊടുക്കുന്നത് ഞാൻ പറയാം. കേരളത്തിലെ തിരുവനന്തപുരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉള്ളത്. അതുപോലെ അവരുടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ അവരുടെ മെറിറ്റ് അനുസരിച്ചും മെഡിക്കൽ സ്റ്റാൻഡേർഡും വേക്കൻസി പൊസിഷനും അനുസരിച്ചായിരിക്കും ഓരോ സോണിലേക്ക് അലോട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസിനകത്ത് ഇമെയിൽ ID ആണെങ്കിൽ rrb.help@csc.gov.in എന്ന ഇമെയിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ ആണെങ്കിൽ 9592 001188 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. വേക്കൻസികളാകെ 368 വേക്കൻസികളാണ്. അതിന് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് പിന്നെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ളത് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. കാഴ്ചശക്തി 6/9, ഗ്ലാസ് ഇല്ലാതെ 6/9 അല്ലെങ്കിൽ 6/9 അടുത്ത കാഴ്ചശക്തിയും ദൂരക്കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. നിയർ വിഷൻ സ്നെല്ലൻ 0.6 സ്നെല്ലൻ, ഗ്ലാസ് ഇല്ലാതെ തന്നെ ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് അങ്ങനെയുള്ള കളർ ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. കളർ ബ്ലൈൻഡ്നെസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്നാണ്. അവിടെ മറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഏജ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞു 20 മുതൽ 34 വയസ്സ് വരെയാണ്. ശമ്പള സ്കെയിൽ നേരത്തെ പറഞ്ഞു 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. അടിസ്ഥാന ശമ്പളം തന്നെ 34,500 രൂപ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ OBC നോൺ ക്രിമിനൽ ആർക്കുകൾ 3 വർഷവും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി എല്ലായിടത്തും ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെയും ബാധകമായിരിക്കും.
ഏറ്റവും പ്രധാനം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് വേണ്ട അടിസ്ഥാന യോഗ്യത. അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനും ജനറൽ കാൻഡിഡേറ്റ്സ് ഫീ കൊടുക്കേണ്ട എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അതിൽ 400 രൂപ നിങ്ങൾക്കത് പരീക്ഷ എഴുതുകയാണെങ്കിൽ റീഫണ്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് CBT കഴിയുമ്പോൾ തന്നെ അത് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. മറ്റേ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, മൈനോറിറ്റി കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഒക്കെ 250 രൂപ മതിയാകും. അവർക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ബാങ്ക് ചാർജ് ഒഴിവാക്കി ബാക്കി എമൗണ്ട് റീഫണ്ട് കൊടുക്കുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണോ റീഫണ്ട് കിട്ടുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് തന്നെ വേണം നമ്മൾ ഫീസ് അടയ്ക്കാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ഡേറ്റ് എന്നത് 2025 ഒക്ടോബർ 14 എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നവർക്ക് മാത്രമേ റീഫണ്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 400 രൂപ ബാങ്ക് ചാർജ് വെച്ചിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. ബാക്കിയുള്ളവർക്ക് 250 രൂപയിൽ നിന്നും ബാങ്ക് ചാർജ് ഒഴിവാക്കി ബാക്കി എമൗണ്ട് ആയിരിക്കും റീഫണ്ട് ചെയ്ത് കിട്ടുക. ഡീറ്റെയിൽ കൊടുക്കുക. ഓരോ കാറ്റഗറിയിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. റിസർവേഷൻ ആനുകൂല്യങ്ങൾ ആരൊക്കെയാണ് EWS ആനുകൂല്യങ്ങൾ ലഭിക്കുക, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അത് പറയുന്നുള്ളൂ. പല കാര്യങ്ങളിലും ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അത് റെലവെന്റ് അല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ആർക്കെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടി സ്ക്രൈബിനെ വിലക്കണമെങ്കിൽ നേരത്തെ അറിയിക്കണം. കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെ വെച്ചിരുന്ന സ്ക്രൈബിനെ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ എംപ്ലോയ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. റിക്രൂട്ട്മെന്റ് പ്രോസസിനെ കുറിച്ച് വേണമെങ്കിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൂന്നാമത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നാലാമത് മെഡിക്കൽ എക്സാമിനേഷന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക. സ്ഥിര നിയമനമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 120 മിനിറ്റ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 100 മണിക്കൂറിന്റെ ഒരു പരീക്ഷയായിരിക്കും. 1/3 നെഗറ്റീവ് മാർക്ക്, തെറ്റായ ഉത്തരത്തിന് -1/3 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷമായിരിക്കും CBT. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ കപ്പാസിറ്റി, മാത്തമാറ്റിക്സ് ഉണ്ട്. അതിന് സിലബസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെവൽ അതാണ്. രണ്ടാമത്തെ ലെവൽ അതിൽ 120 ചോദ്യങ്ങൾ ഉണ്ടാവും. 120 മിനിറ്റ് 2 മണിക്കൂർ നിൽക്കുന്ന പരീക്ഷയായിരിക്കും. അതിനുശേഷമായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഡോക്യുമെന്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൽ ഒറിജിനൽ വെരിഫിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് റെയിൽവേയുടെ A2 സ്റ്റാൻഡേർഡിലുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. ആ ലെവല് ഉള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം നമ്മൾ. അതുപോലെ നിങ്ങൾ അപേക്ഷയുടെ മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ JPEG ആയിട്ട് സ്കാൻ ചെയ്ത് നമ്മൾ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. റിസർവേഷൻ മാനുവൽ വേണം, അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് സ്മോൾ ലെറ്ററിലായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് വേണം സ്കാൻ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങളുടെ RRBയുടെ വിവിധ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ്, നമ്മുടെ കേരളത്തിലുള്ള വെബ്സൈറ്റ് എന്നുള്ളത് www.rrbtiruvananthapuram.gov.in എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും RRBകളുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മാത്രമേ അപേക്ഷിക്കുക. ഒന്നിലധികം RRBകളിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും വേക്കൻസികൾ പറയാം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും ഒക്കെ ഡോക്യുമെന്റ്സിന്റെ എല്ലാം വെരിഫിക്കേഷൻസ് എന്നുള്ളത്.
സ്കെയിലപ്പ് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ. സെക്ഷൻ കൺട്രോളർ പോസ്റ്റിന്റെ പേര് 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് ഇതിന് വേണ്ട യോഗ്യത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുള്ള തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 19 വേക്കൻസികളാണ്. ആകെ 368 വേക്കൻസികളിൽ തിരുവനന്തപുരത്ത് 19 വേക്കൻസികളാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഉള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു RRBക്ക് മാത്രം അപ്ലൈ ചെയ്യുക. പോസ്റ്റിന്റെ പേര് സെക്ഷൻ കൺട്രോളർ എന്നുള്ളതാണ്. 368 വേക്കൻസികളാണ് കേരളത്തിൽ. 19 വേക്കൻസികളാണ്. താല്പര്യമുള്ള ഈ അവസരത്തിൽ 2025 ഒക്ടോബർ 14 മുമ്പ് അപേക്ഷിക്കുക. ഈ അവസരം പരമാവധി എടുത്തുക. താങ്ക് യു സോ മച്ച്.